ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രി പർവേസ് ശർമ്മ, വിദ്വേഷ പ്രസംഗ കേസ് പ്രതി കപിൽ മിശ്ര ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും അധികാരമേറ്റു. രാംലീല മൈതാനത്ത് നടന്ന ചടങ്ങിന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി. ആദ്യ മന്ത്രിസഭായോഗം വൈകിട്ട് ചേരും. सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी। मैं मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകാൻ പോകുന്നത്. അരവിന്ദ്, ഏറെ വർഷങ്ങൾക്ക് ശേഷം BJP വീണ്ടും തലസ്ഥാനത്ത് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിയെയും അവർ കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയാണ് ഡൽഹി നിവാസികൾ ഈ ചടങ്ങിനെ ഏറ്റെടുത്തിരിക്കുന്നത്? എത്രത്തോളം വർണ്ണശബളമായിരുന്നു ആ ചടങ്ങ്? നഫുൽ, ഗംഭീരമായി തന്നെയായിരുന്നു ഡൽഹിയിൽ BJPയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമായാണ് ഇപ്പോൾ രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. രേഖ ഗുപ്തയ്ക്ക് പുറമെ പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, മജീന്ദർ സിംഗ്, അതുപോലെ തന്നെ രവീന്ദർ ഇന്ദ്രജിത് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി രാജ്യത്തെ വിവിധ BJP നേതാക്കൾ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതുകൂടാതെ തന്നെ NDA സഖ്യകക്ഷി നേതാക്കൾ തുടങ്ങിയവർ എത്തിയിരുന്നു. എല്ലാവരും വലിയ രീതിയിലുള്ള ആശംസകളാണ് പുതിയ മന്ത്രിസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി ആദ്യ മന്ത്രിസഭ യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായേക്കുമെന്നുള്ള സൂചനകളെല്ലാം നിൽക്കുന്നുണ്ട്. അതേസമയം മുൻ പ്രതിപക്ഷ നേതാവായ വിജേന്ദർ ഗുപ്ത സ്പീക്കറായി എത്തുമെന്നുമാണ് BJP വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതേസമയം കപിൽ മിശ്രയെ മന്ത്രിസഭയിലേക്ക് എത്തിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിദ്വേഷ പ്രസംഗ കേസിൽ കപിൽ മിശ്ര പ്രതിയാണ്. CAA പ്രതിഷേധം നടക്കുന്നതിനിടയിൽ കപിൽ മിശ്രയുടെ ചില പരാമർശങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കലാപം ഡൽഹിയിൽ ഉണ്ടാകാൻ കാരണമായത്. ഇതിലെല്ലാം പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനം ഉയർത്തുന്നു. എന്തായാലും 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ BJP വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു. രേഖ ഗുപ്ത ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. നൗഫൽ. യെസ്.